തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം വയനാട് മണ്ഡലം സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് ഗംഭീര വരവേൽപ്പാണ് മലപ്പുറം എടവണ്ണയിൽ UDF പ്രവർത്തകർ നൽകിയത്. മണ്ഡലം വിടുമോ നിർത്തുമോ എന്ന ആശങ്കകൾക്കിടയിൽ എന്റെ തീരുമാനം വയനാട്ടിലെയും റായ്ബറേലിയിലെയും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോൾ ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാണ്. വയനാടാണോ റായ്ബറേലിയാണോ നിലനിർത്തുന്നത് എന്നാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയെപ്പോലെ ദൈവിക ശക്തി കൊണ്ട് ജീവിക്കുന്നയാളല്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. എന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങളോട് കൂടി ആലോചിച്ചാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു ഭാഗത്ത് ആളുകൾ തങ്ങളുടെ പാരമ്പര്യവും ചരിത്രവും നിലനിർത്താൻ വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ മറുഭാഗത്ത് മോദിയും അമിത്ഷായും എന്താണ് ചെയ്തത്? കേരളത്തിൽ ഹിന്ദി സംസാരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ സംസാരിക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ തമിഴ് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല. ഇതായിരുന്നു അവരുടെ അധികാരധാർഷ്ട്യം. ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ ആജ്ഞാപിക്കും എന്ന ധാരണയാണ് അടിസ്ഥാനപരമായി അവർക്ക് തെറ്റിയത്.